നിസ്തുല്യനാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും പകൽക്കാലം അറിയിക്കുന്നു. അല്പനിമിഷം ധ്യാനിപ്പാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 40-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ എങ്കലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാത്തിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദൈവത്തോട് നിലവിളിക്കുന്ന ഒരു ദാവീദിനെ അവിടെ കാണുന്നത്. ഈ 1-ാമത്തെ വാക്യം മുതൽ തീർത്തുമുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, തീർത്തും ഉള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കും. 17-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഓരോ വാക്യത്തിനകത്തും 1000 ദൂതുകൾ ദാവീദ് രാജാവിൽ കൂടെ ദൈവം ജനത്തിന് കൊടുക്കുകയാണ്. സ്തോത്രം. ദാവീദ് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, കരയുന്ന, അവൻ്റെ ഭാരങ്ങൾ, ആകുലതകൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയാണ് അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി. ദൈവകുഞ്ഞെ, അഭിഷത്തനെ, ഏത് വിഷയത്തിനാണ് കാത്തിരിക്കുന്നത്? ഏതാ നിങ്ങളുടെ ഭാരം? എന്താ നിങ്ങളുടെ വിഷയം? ആമേൻ. ഒരു ഭക്തൻ ദൈവത്തോട് നിലവിളിക്കുക, ഇവിടെ കാത്തിരിക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അതൊരു പ്രാവശ്യമല്ല, കാത്തിരിക്കുന്നു. ഒത്തിരി ദിവസം കൊണ്ട് ദാവീദ് ദൈവത്തിലേക്ക് നിലവിളിക്കുന്ന തൻ്റെ നിലവിളിയാണ് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ തന്നെ 39-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത്, യഹോവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ, എൻ്റെ കണ്ണുനീർ കണ്ട് ആമേ മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെയും ആമേൻ നിൻ്റെ സന്നിധിയിൽ ആമേൻ അന്യോന്യം. ഹല്ലേലൂയ. നോയിക്കേ, അവിടെയും പറയുന്നത് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നത്, യഹോവേ എൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. സ്തോത്രം. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ. കണ്ടോ, അവിടെയും പറയുക, ഞാൻ കരയുക നിൻ്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. അവിടെ നിൻ്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ വിഷയം, ഞാൻ രാജാവാണെങ്കിൽ പോലും എൻ്റെ വിഷയം പരിഹരിക്കാൻ നീ അല്ലാതെ എനിക്കാരുമില്ല കർത്താവേ എന്ന് അവിടെ വിളിച്ചു പറയുന്ന ഒരു അഭിഷത്തിനെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നു. ദൈവകുഞ്ഞെ, നിൻ്റെ വിഷയത്തിന് എന്ത് വിഷയമാകട്ടെ, അതിനകത്ത് മറുപടിയില്ലാത്ത വിഷയമില്ല ദൈവത്തിന്. ഈ പ്രഭാതത്തിനെ കേൾക്കുന്ന ഏതെങ്കിലും അഭിഷത്തയോ ദൈവകുഞ്ഞോ, ആമേൻ, നിങ്ങളുടെ വിഷയത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ടിരിക്കേണ്ട. കർത്താവിൻ്റെ സമയത്തിങ്കൽ അതിന് മറുപടി വരും. പ്രൈസ് ദി ലോർഡ്. ഉറപ്പാറ്റും ഒരു പക്ഷിക്ക് ചിറക് കിളിർത്തു വരുന്നത് പോലെ അതിൻ്റെ സമയത്ത് അതിൻ്റെ ചിറക് വരും. അതിൻ്റെ സമയത്ത് അതിന് ദൈവം പറപ്പിക്കും. അതിൻ്റെ സമയത്ത് ആകാശവിധാനങ്ങളിൽ കൂടെ മേഘമണ്ഡലങ്ങളെ കീറിമുറിച്ച് ഉയരങ്ങളിലേക്ക് പറന്നുയരുവാൻ ആ പക്ഷിക്കുഞ്ഞിന്, ആമേൻ, അതിൻ്റെ ചിറകൾക്ക് ദൈവം ശക്തി പകരുമെങ്കിൽ, ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, നീ ഒരു മാംസപിണ്ഡാധാരമായിരുന്നപ്പോൾ നിന്നെ കാണാതെ പോയ ദൈവമല്ല, നിന്നെ കണ്ട ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കണ്ട് നിനക്ക് ആവശ്യമായതെല്ലാം നൽകിയ ഒരു ദൈവത്തെയാ ഇന്ന് പ്രഭാതത്തിൽ ആമേൻ നിങ്ങൾ ആരാധിക്കുന്നത്. അതായത് ഇവിടെ ഭക്തൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവത്തിനായി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞ് ചിന്തിക്കേണ്ട ഒരു ഭാഗം, ഭക്തനായിരിക്കുന്ന പ്രവാചകനായിരിക്കുന്ന പ്രവാചകന്മാരിൽ വലിയ പ്രവാചകന്മാരിൽ ഒരാളായ യെശയ്യാപ്രവാചകൻ പറയുന്നു, ആമേൻ, യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ ശക്തിയെ പുതുക്കി അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുമെന്ന. പ്രൈസ് ദി ലോർഡ്. എന്താണ്? യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ. അപ്പോൾ കാത്തിരിപ്പിന്, പ്രൈസ് ദി ലോർഡ്, ഭയങ്കര ബലമാണ്. ആമേൻ. പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ കാത്തിരിപ്പ് യോഗമുണ്ട്. കാത്തിരിപ്പ് യോഗം, വിശുദ്ധ ആരാധനയ്ക്ക് മുൻപ് ശനിയാഴ്ച രാത്രി ഒരു കാത്തിരിപ്പ് യോഗമുണ്ട്. അതിനകത്ത് ആയിരക്കണക്കിന് പേര് അഭിഷേകം പ്രാപിച്ച ചരിത്രമുണ്ട്. ഇന്ന് കാത്തിരിപ്പ് യോഗങ്ങൾ സഭയ്ക്കകത്തില്ലല്ലോ, സമയമില്ലാതെ പോയല്ലോ. കാത്തിരിക്കൂ ദൈവകുഞ്ഞെ, നിന്റെ വിശ്വാസത്തിനകത്ത് കാത്തിരിപ്പിൻ്റെ അഗ്നി
ഒരു തീഗോളമായി നിന്റെ ജീവിതത്തിലേക്ക് പടർന്ന് പന്തലിക്കുന്ന നാഴിക വിദൂരമല്ലെന്ന് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ ഭക്തൻ പറയുന്നു, ആമേൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ആരും നിന്റെ നിലവിളി കേൾക്കാനില്ല. കാരണം ദാവീദ് ആടുകളുമായി വനാന്തരത്തിലായിരുന്നപ്പോഴും അവൻ്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു. 100 ആടുകളിൽ ഒരു ആട് സിംഹം പിടിച്ചപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് അതിനെ അടിച്ച് താഴെയിട്ട് ആ ആട്ടിൻ കുഞ്ഞിനെ വിടുവിച്ച ഒരു ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ. 600-700 കിലോ വെയിറ്റുള്ള ഒരു സിംഹത്തെ താൻ അടിച്ച് താഴെയിട്ടെങ്കിൽ അത്രയും പവറുള്ള, അത്രയും ശക്തിയുള്ള ഒരു ദാവീദിനെയാണ് കർത്താവ് രാജാവാക്കി ഇരുത്തിയിരിക്കുന്നത്. ഇപ്പം അവൻ്റെ ബലം ക്ഷയിച്ചു പോയെന്നല്ല, അവൻ്റെ ബലം എന്നേക്കുമായി നശിച്ചു പോയെന്നല്ല എൻ്റെ അർത്ഥം. അവനറിയാം, എൻ്റെ രാജ കസേരയ്ക്കകത്ത് ദൈവം എന്നെ കൊണ്ടിരുത്തിയെങ്കിൽ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എൻ്റെ കർത്താവ് സർവശക്തനാണ്. അത് ദാവീദിനറിയാം. ഇനി എൻ്റെ കയ്യിൽ കൂടെയല്ല യുദ്ധം നടക്കേണ്ടത്, ഇനി നടക്കേണ്ടത് കർത്താവിൻ്റെ കരങ്ങളിൽ കൂടെയാ. നിങ്ങൾക്കറിയാമോ? എങ്കിൽ ഇന്ന് പകൽക്കാലം പറ, ഇനി എൻ്റെ കയ്യിൽ കൂടെയല്ല യുദ്ധം നടക്കേണ്ടത്, ഇനി യുദ്ധം നടക്കേണ്ടത് ദൈവത്തിൻ്റെ കരങ്ങളിൽ കൂടെയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ അവനോടാ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളും തരും. അപ്പം നിനക്ക് വേണ്ടി നിന്റെ കണ്ണീര് കാണുന്ന, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നിന്റെ നിലവിളി കേട്ട് കടന്നു പോകത്തില്ല. അവൻ പോട്ടനല്ല, ആമേൻ. അവൻ നിന്റെ അടുത്ത് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഇവൻ്റെ നിലവിളി കേട്ടില്ലല്ലോ, ഇല്ല. നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം തന്നെയാണ്. അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ദൈവപൈതലേ, അവൻ വയസ്സായ ദൈവമല്ല, കെപ്പില്ലാത്തവനല്ല ഞാൻ പരിചയപ്പെടുത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഞാൻ പരിചയപ്പെടുത്തുന്ന കർത്താവിന് ശക്തിയില്ലാത്ത ദൈവമല്ല. ആമേൻ. ഈ പകലിൽ ദാവീദിനറിയാം, പ്രൈസ് ദി ലോർഡ്, എൻ്റെ നിലവിളി കേൾക്കാൻ. എൻ്റെ കസേരയ്ക്ക് ചുറ്റും ആരുമില്ലെങ്കിലും എനിക്ക് വിഷയമില്ല, എൻ്റെ നിലവിളി കേൾക്കാൻ ഒരു ദൈവം എനിക്കുണ്ട്. പറ, നെഞ്ചിൽ കൈവച്ച് പറ, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ കണ്ണീര് കാണുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒരു ദൈവമുണ്ട്. പറയാൻ പറ്റുമോ? ഇന്ന് പകലിൽ അങ്ങനെയുള്ളവർ ഇന്ന് പകൽക്കാലം കരങ്ങളെ ഉയർത്തി ഒരു സ്തോത്രം കൊടുത്താട്ടെ കർത്താവിന്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമുക്ക് പറയാം, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. നിൻ്റെ നിലവിളി കേട്ട് ഈ വെള്ളിയാഴ്ച നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ കൃപയിൽ ജനത്തെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളെ നിലവിളി കേൾക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഈ ഭൂമിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യും. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.